ഹലോ ഗൈസ്, നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? ആക്ച്വലി കുറേ ആളായി നമ്മുടെ ഒരു വീഡിയോ ആയിട്ട്. ആക്ച്വലി ഞാൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടും കുറേ ആളായി. ഞാനൊരു വീഡിയോ ആയിട്ട് കുറേ ആളായി. സത്യം പറഞ്ഞാൽ ടച്ചൊക്കെ വിട്ടുപോയി ഗൈസ്. ടച്ചൊക്കെ വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ലൈഫിൻ്റെ ഓരോ ഘട്ടം വഴിക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്താ പറയുക, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ എന്താ പറയുക, വേറെ കുറേ ഈ എന്താ പറയുക തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ കൂടെ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ തുറന്നു പറഞ്ഞാൽ ഞാനിപ്പോൾ നാട്ടിലും ഇല്ല. ഞാനിപ്പോൾ ദുബായ് നഗരമാണ് ഗൈസ്, ദുബായ് നഗരം. എല്ലാവരും പറഞ്ഞ് മറ്റേ ഹബീബി കം ടു ദുബായ്, ഹബീബി കം ടു ദുബായ് എന്ന് പറഞ്ഞ് എൻ്റെ ദൈവമേ ഞാനിവിടെ എത്തി. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്ലാനൊന്നും ജീവിതത്തിൽ എനിക്കില്ലായിരുന്നു. എനിക്ക് പുറത്ത് പോകണം, വർക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു പ്ലാനേ ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യമൊക്കെ മാറിയപ്പോഴത്തേക്ക് ഇവിടെ വരേണ്ടി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നാട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം എന്താ പറയുക, അത്രയും ഇവിടുത്തെ രാജാവാണെങ്കിലും പുള്ളി എന്താ പറയുക നാടിന് വേണ്ടിയും അതുപോലെ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലാണെങ്കിലും കാണാനുണ്ട് ഗൈസ്. കാര്യം വെറുതെ അല്ല ആൾക്കാർ ദുബായിലോട്ട് പോകാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. കാരണം ഇവിടെ വന്നാൽ നമുക്ക് എന്താ പറയുക കുറച്ച് പാടാണ്, നാട്ടിലെ പോലൊന്നും അല്ല. നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയുക ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ എന്താ പറയുക ഇവിടുത്തെ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടൊരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയാമെന്ന് പറഞ്ഞിട്ട് വലിയൊരു കാര്യമാണ്. ഞാൻ അത്യം പറയാം, ഇതൊന്നും പറയാനൊന്നും അല്ല കേട്ടോ വീഡിയോ. ഇത് കണ്ടോ, ഇതൊരു സാനിറ്ററി കണ്ടോ, നമ്മുടെ നാട്ടിലെ പോലൊന്നും അല്ല കേട്ടോ. ഇവിടെ എല്ലാ പൂച്ചകൾക്കും നമ്മളോട് പ്രണയമാണ്. സത്യമായിട്ട് എനിക്കത് കാണുമ്പോൾ തുറന്നു പറഞ്ഞാൽ എനിക്ക് ചിരി വരും. കാരണം നാട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇവനെ ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓടി അപ്പുറത്തെ കണ്ടപടി വേറെ എവിടെ എത്തിക്കുകയാണ്. ഇവിടെ രസം എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ നിങ്ങൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. പറയാൻ വന്ന കാര്യം വീണ്ടും വിട്ടു. അപ്പോൾ കാര്യം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ മുമ്പ് ഷാർജ ബസ് ചേച്ചി സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അവിടെ അല്ല അടുത്തും ചോദിച്ചു നോക്കും. ഞാനിപ്പോൾ പറഞ്ഞ തെറ്റിപ്പോകും, അതുകൊണ്ടാണ്. അപ്പോൾ പോയി നമ്മൾ ആ ഫ്ലോയിലോട്ട് വരുമ്പോഴേക്ക് പോകും. അപ്പോൾ ഞാൻ പറയാൻ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി പറയുമ്പോൾ എത്ര പേര് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി അതൊന്ന് പറയണമെന്ന് പലവട്ടം തോന്നിയായിരുന്നു, പക്ഷേ പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാനിപ്പറ്റി ഒരു 1-2 മിനിറ്റ് പറയത്രേ ഉള്ളൂ. അത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഞാനൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഞാൻ വീഡിയോ ചെയ്യുന്ന കണ്ടൻസിൽ ഒരിക്കലും എന്താ പറയുക ഒരാളുടെ പ്രയാസമോ അല്ലെങ്കിൽ ഒരാളുടെ വിഷമോ അല്ലെങ്കിൽ വേറൊരാളെ യൂസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ അവരെ അതിൽ കാണിച്ചുകൊണ്ട് ഒരു സിമ്പതി പറ്റാനോ അല്ലെങ്കിൽ എന്താ പറയുക കാര്യം അതൊക്കെ ചെയ്ത് തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് വരും, ആൾക്കാർ കാണും, ചിലപ്പോൾ ഷെയർ പോവും, എല്ലാം ശരിയായിരിക്കും. പക്ഷേ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരിലും ഓരോ നന്മകളുണ്ട്. നന്മ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നന്മ ചെയ്യാത്തവരുണ്ട്, പാവപ്പെട്ട ഒരാളെ കണ്ടാൽ സഹായിക്കുന്നവരുണ്ട്, സഹായിക്കാത്തവരുണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണൽ കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നമുക്ക് തോന്നിയിട്ട് ആ ഒരു പർട്ടിക്കുലർ മൊബൈലിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു പാവപ്പെട്ട ഒരു പുള്ളി പിച്ചക്കാരൊക്കെ റോഡിൽ ഇരിക്കുമല്ലോ. അപ്പോൾ അവർ പൈസ ഒക്കെ നമ്മുടെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചെന്തെങ്കിലും മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. ഞാനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പൈസ. പക്ഷെ അതൊരിക്കലും ഞാനത് എടുത്ത് പോർട്രേ ചെയ്ത് വീഡിയോ എടുത്തൊന്നും കാണിച്ച് അതിൽ നിന്ന് വ്യൂസ് ഉണ്ടാക്കിയിട്ട് എന്താ പറയുക ഒരു റീച്ച് കിട്ടേണ്ട ഒരു ചിന്താഗതി എനിക്കില്ല. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യത്തുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കേട്ട് അതങ്ങ് ഇമോഷണലി അങ്ങോട്ട് ഇതാക്കിയിട്ട് അത് വിറ്റ് വ്യൂസ് നേടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈമിലായിട്ട് ഞാൻ അങ്ങനത്തെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഏറ്റവും ഇപ്രാവശ്യം വിഷമമായെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനായിട്ടുണ്ടായി. അതിനകത്ത് ഒരു പുള്ളി മഴ നനഞ്ഞ് ഇങ്ങനെ പോകുന്ന ആൾക്കാരുടെ ഇടയിൽ കൂടെയൊക്കെ പുള്ളി ഇങ്ങനെ പൈസ ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരുത്തൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക കേട്ടോ, ഇതൊക്കെ പ്ലാൻഡാണ്. വീഡിയോ എടുത്തോണ്ടിരിക്കുക. അവൻ പോയിട്ട് ബനിയൻ മേടിച്ച് കൊടുത്ത് പുള്ളി ബനിയൻ ഇടിപ്പിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു. അപ്പോൾ ആ പുള്ളിക്ക് വീഡിയോ എടുക്കുന്ന കാര്യം അറിയില്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പുള്ളി മനസ്സറിഞ്ഞ് അവനെ അനുഗ്രഹിക്കുന്നുണ്ട് ആ വീഡിയോയിൽ. സത്യം പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കും. മറ്റുള്ളവരെ കാണിക്കാണ്ട് മനസ്സുകൊണ്ട് ചെയ്യുവാണെങ്കിൽ അതിന് വേറൊരാൾ നമ്മളെ ഒരു അനുഗ്രഹം തരുവാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചൊരു ഭയങ്കര വലിയൊരു കാര്യം. എന്ന് വെച്ചാൽ ഒരു ഭയങ്കര കാര്യം എന്ന് വെച്ചാൽ ഒരു നിമിഷം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ നമ്മളൊരു എന്താ പറയുക ദൈവം അയച്ച ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്താ പറയുക പുള്ളിയുടെ ആ ഒരു വിഷമം കണ്ട് ദൈവം പുള്ളിയുടെ മുമ്പിലോട്ട് ഒരാളെ അയച്ച് സഹായിച്ചു എന്നൊക്കെ ആയിരിക്കും പുള്ളി നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും.
അപ്പം അത് വിറ്റ് വ്യൂസ് നേടുക, എനിക്കത് ഇങ്ങോട്ട് സങ്കടമായിപ്പോയി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഞാൻ പറഞ്ഞ ഇമോഷണലി മ്യൂസിക്കൊക്കെ കേട്ടിട്ട് അതങ്ങോട്ട് അടിച്ച് കയറ്റി വെച്ചേക്കും. ആ വീഡിയോ കണ്ട് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സുകൊണ്ട് ഭയങ്കര വിഷമമായി. വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടതങ്ങോട്ട്. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യില്ല. അപ്പോൾ എനിക്കറിയില്ല എൻ്റെ ചിന്താഗതിയുടെ പ്രശ്നമാണ് എന്താണെന്നറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ കുറേ ആളായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണല്ലോ, നിങ്ങൾ പല വീഡിയോസും കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്താ പറയുക, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യും, ആർക്കും വേണമെങ്കിലും ചെയ്യും. അതിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, വഴി കാണുന്ന ആൾക്കാരായിക്കോട്ടെ, ഇതുപോലെ പാവപ്പെട്ടവരായിക്കോട്ടെ, ആർക്കും ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാരുണ്യ പ്രവർത്തനം അത് നിങ്ങളറിഞ്ഞാൽ മതി. ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ദൈവവിശ്വാസമുള്ള ഒരാളാണ്. പള്ളിയിലൊന്നും അങ്ങനെ എപ്പോഴും പോകുന്ന ഒരാളൊന്നുമല്ല, പക്ഷെ എന്നാലും ദൈവവിശ്വാസമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത്, നിങ്ങളാ ചെയ്യുന്നത് ദൈവം കണ്ടാൽ മതി, ദൈവം കണ്ടാൽ മതി, നിങ്ങൾ പറഞ്ഞാൽ മതി. അത് ഈ എന്താ പറയുക, മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ല. കാര്യം അവനവന് തോന്നണേ അവനവൻ ചെയ്യട്ടെ. എനിക്ക് പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതങ്ങോട്ട് ദഹിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഇന്ന് ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് ചെയ്യണമെന്നൊരു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഫ്രീ ആയിരുന്നു കുറച്ച് നേരം, അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് നിന്നപ്പോഴത്തേക്കും ചെയ്തേ. അപ്പോൾ എന്തായാലും ഞാനീ പറഞ്ഞതിൽ ആരെങ്കിലുമൊക്കെ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻസിൽ പറയാം. അപ്പോൾ എന്തായാലും വേറൊന്നും പറയാനില്ല. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായതേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് വെയിറ്റ് ചെയ്യാണ് ഒരു നല്ലൊരു ടൈം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ പ്രാർത്ഥന എന്നെ ഓർക്കുക. 5.5 വർഷം ആയെന്ന് തോന്നുന്നു ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട്. ദൈവമായിട്ട് കൊണ്ട് നമ്മൾ അത്യാവശ്യം വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാവുന്ന രീതിയിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാനത് ഇവൻച്വലി പയ്യെ നിങ്ങളുടെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ. അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കൂ. എത്രയും വേഗം നമുക്ക് കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.